അപ്പോൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. ഈ ഹോട്ടലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു റൂമുണ്ടായിരുന്നു, അതിൻ്റെ അകത്താണ് കിടന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് നമ്മൾ രാവിലെ യാത്ര ചെയ്യുകയാണ്. ഇന്ന് ചറുവത്താറിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ കാസർഗോഡിനുള്ള റോഡിലാണ്. ഇപ്പോൾ നമ്മൾ ബേക്കൽ കോട്ടയിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇത് ഇവിടെയാണ് കേട്ടോ കിടന്നത്. ഇതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ അതിൻ്റെ അകത്താണ് കിടന്നത്. ഇത് നല്ലൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൂടുതൽ യാത്ര ചെയ്തില്ല, ഇന്നലെ ഇവിടം വരെ വന്നുള്ളൂ. കാരണം ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും കാണാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ഇന്ന് ഫോട്ടോയും കണ്ട് ബീച്ചും കണ്ട് അവിടെ എവിടെയെങ്കിലും തങ്ങാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വഴിയെ മുമ്പോട്ട്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങും ടീ ഷോപ്പ് കാണുന്നില്ല, എല്ലാവരും നോയമ്പിലാണ്. അപ്പോഴത്തെ നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ആണിത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ സർക്കിളിൽപ്പെട്ട സ്ഥലത്ത് ആണ്, സർക്കിളിൻ്റെ കീഴിലാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ ഉള്ളിലോട്ടുള്ള വഴിയെ പോവുകയാണ്. ഇവിടുന്ന് ഇനി എന്തായാലും ഉണ്ടെന്നറിയില്ല. പിന്നാടി പോകണം. പിന്നാടി പോകണം, എന്നാലേ അണ്ണൻ പിന്നാടി വരത്തുള്ളൂ. സൈഡാക്കാനാണ്. ഇത് പൊടിക്കകത്തെല്ലാം കിടന്നുകൊണ്ട് ഭയങ്കര ജലദോഷമായി. അപ്പോഴത്തേക്ക് നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ അങ്ങോട്ട് എത്തുകയാണ്. ഇവിടുന്ന് മതിൽക്കെട്ടൊക്കെ കാണുന്നുണ്ട്. ഇതായിരിക്കും ഫോർട്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഇത് തന്നെ ഫോർട്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ കയറി നടക്കാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ. ആണോ പാർക്കിംഗ്?
അപ്പോൾ ഫോർട്ടിൻ്റെ ഒരു സൈഡിൽ നമുക്ക് സൈക്കിൾ വെക്കാം. അവിടെ ഒരു കാലം അല്ലേ, അവിടെ തണലത്തോട്ട് വെക്കാം അല്ലേ? പാർക്കിംഗ് ബോർഡ് വെക്കാം. ആയിക്കോട്ടെ. അവിടെ വെയിലാണല്ലോ. ഞാനും കുഞ്ഞിയും കൂടി ബേക്കൽ ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ബേക്കൽ ഫോർട്ട്. നമ്മുടെ പാർക്കിങ്ങിൽ നമ്മൾ സൈക്കിളൊക്കെ വെച്ച്, സൈക്കിളായതുകൊണ്ട് നമുക്ക് പൈസയൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിയെ ബേക്കൽ ഫോർട്ടിലോട്ട് കയറുകയാണ്. ഇത് നമ്മുടെ പാലക്കാട് കോട്ടയുടെ ഏകദേശം അതേ ഷേപ്പിലുള്ള ഒരു കോട്ടയാണ്. നമ്മൾ പാലക്കാട് കോട്ടയിൽ കയറിയതാണ്. അതുപോലെ തന്നെ കിടങ്ങുകളും ആ ചുറ്റുമതിലും എല്ലാം ഏകദേശം ആ പാലക്കാട് കോട്ടയുടെ അതേ ഷേപ്പിലാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു. എന്നാൽ തലശ്ശേരി കോട്ട ഡച്ചുകാരുടെ കയ്യിലായിരുന്നു. അപ്പോഴത്തെ കോട്ടയുടെ ഉള്ളിലോട്ടാണ് ഇപ്പോൾ കയറുന്നത്. എൻട്രൻസിൽ നമ്മൾ കണ്ടിരുന്നു ഒരു അമ്പലവും അതിൻ്റെ കോട്ടയുടെ എൻട്രൻസും ഒക്കെ കണ്ടിരുന്നു. അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതാണ് കോട്ടയുടെ മെയിനായിട്ടുള്ള ഏരിയ. ഈ ഭാഗത്തോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വാച്ചിങ് ടവറും കാര്യങ്ങളുമൊക്കെയാണ്. അതുപോലെ തന്നെ പട്ടാളക്കാർ താമസിച്ചിരുന്ന ബിൽഡിങ്ങുകളായിരുന്നു അത്. അപ്പോൾ ഈ കോട്ടയുടെ ഉൾഭാഗത്തേക്ക് വന്നതാണ്. ഇതാണ് കടലിനോട് ചേർന്നുള്ള ഭാഗം. നേരെ എതിർപ്പുറത്ത് കടലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വലിയ മാന്തോപ്പൊക്കെ ഉണ്ട്, പക്ഷേ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് ദുഃഖകരം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉല്ലസിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കോട്ടകളെയും ഡാമുകളെയും ഒക്കെ 20-ാം നൂറ്റാണ്ടിലെ കുട്ടികൾ കാണുന്നത്. അറബിക്കടലിൻ്റെ മറ്റൊരു മുഖം നമുക്കിവിടുന്ന് കാണാൻ പറ്റും. അപ്പത്തെ അറബിക്കടലിൻ്റെ തീരത്തൂടെയുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ബേക്കൽ കോട്ടയിലാണുള്ളത്. അതാണ് ബേക്കൽ ബീച്ച്. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വിശാലമായ കടൽ നമുക്ക് കാണാൻ പറ്റും. ഈ കോട്ടയുടെ ഒരു ഭാഗം താഴേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. ഇതുണ്ട്, ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാന്ന് തോന്നുന്നു. ഇതുണ്ട്, ഇവിടുന്ന് ഇതുണ്ടോ കടലിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്നൊക്കെ തോക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏരിയ കാണത്തക്ക രീതിയിലാണ് ഈ കോട്ടയുടെ ഓരോ ജനലുകളും പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടുന്ന് നോക്കിയാൽ ഇതൊന്നും കാണാനും പറ്റില്ല എന്നാണ് മറ്റൊരു വലിയ കാര്യം. കടലിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെയൊരു ഓപ്പണിങ് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ വഴിയൊക്കെ ആൾക്കാർ കയറി വന്നാൽ അവരെ ഷൂട്ട് ചെയ്യാനുള്ള ഏരിയ ആണ്. അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ കോട്ടയ്ക്കൊന്ന് വലം വെക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ മറ്റു കോട്ടകളിലെപ്പോൾ നമുക്ക് നിർമ്മിതികളൊന്നും കാണാൻ പറ്റില്ല. ഇത് കണ്ടോ, കോട്ടയുടെ ഒരു പ്രധാന ഏരിയയാണിത്. എന്നാന്നറിയില്ല, എന്തോ ചാടി ഓടി. ഉടുമ്പായിരിക്കും, ഉടുമ്പ് ഒക്കെ ഉള്ളതാണ്. താഴെ നിന്നൊക്കെ ആൾക്കാർ വന്നാൽ വെടിവെക്കാനുള്ള ഏരിയയാണ് ഈ കാണുന്നത്. തോക്ക് വെച്ചിരുന്നതാണ്, ഒരു കാലത്ത് തോക്ക് സ്ഥിരമായിട്ട് വെച്ചിരുന്ന ഒരു ഏരിയയാണിത്. ഈ പൊത്തുകളൊക്കെ ഉണ്ടോ, താഴെ ഒരുത്തം വന്ന അന്നേരം ഷൂട്ടറ്റ് സൈറ്റ്. അതായിരുന്നു രാജാക്കന്മാരുടെ ആജ്ഞ. അപ്പം നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
കുഞ്ഞിയെ താഴെ സെക്യൂരിറ്റിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതാണ് കടലിലോട്ട് തുറക്കുന്ന ഒരു വാതിൽ. ഇവിടെ കടലിലിറങ്ങല്ലെന്നൊക്കെയുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. മുൻപ് ഇവിടെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് അതൊക്കെ വെച്ച് പിടിപ്പിച്ചാന്ന് തോന്നുന്നു. കാരണം ഇവിടുന്ന് ശരിക്കും കടൽ കാണത്തക്ക രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് കോട്ടയ്ക്കുള്ളിൽ നിന്നും വെള്ളം ഒഴുകി വരാനുള്ള ഓവുചാലുകൾ. അപ്പോൾ നമ്മൾ മുമ്പേ അവിടെ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. പക്ഷേ നമ്മളിപ്പം താഴോട്ടിറങ്ങി വന്നിരിക്കുകയാണ്. ഇതാണ് ആ വഴി, കോട്ടയുടെ മറുഭാഗത്തേക്ക് പോകാനുള്ള വഴിയാണിത്. വളരെ മനോഹരമായ ഒരു കടൽ തീരമാണ് ഈ ബേക്കൽ കോട്ടയുടെ സൈഡിലുള്ളത്. നമുക്ക് കാണാം, ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ കടൽ തീരം കാണാം. അതുപോലെ തന്നെ ഈ കോട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് കരിങ്കല്ലുകൾ നിറഞ്ഞ ഒരു ഭാഗത്തു നിന്നാണ്. അതിലൊക്കെ കല്ലുമ്മക്കായ് പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന വാച്ച് ടവറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കടലിൻ്റെ ഭാഗത്തേക്ക് വന്നതാണ്. കള്ളക്കടലാണെന്ന് തോന്നുന്നു. അതാണ് വഞ്ചികളൊന്നും മത്സ്യബന്ധത്തിനൊന്നും പോകാതെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ടൊന്ന് പോവുകയാണ്. പെട്ടെന്ന് പോയിട്ട് വരണം, കാരണം മറ്റൊന്നുമല്ല, കുഞ്ഞിനെ നമ്മളവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കാരണം കോട്ടയ്ക്കുള്ളിലേക്ക് നായ്ക്കളെ അനുവദനീയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓഫീസേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനവിടെ നായ്ക്കുട്ടിയെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോഴത്തെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. താഴേക്കെന്ന് പറഞ്ഞാൽ എളുപ്പവഴിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാണ് കോട്ടയുടെ കടലിലുള്ള ആ ഒരു വാച്ച് ടവർ. ഇവിടെ കല്ലുമ്മക്കായ പറിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ കല്ലുമ്മക്കായ പറിക്കുകയോ മീൻ ചൂണ്ടയിടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ കാണാം. ഇതാണ് വാച്ച് ടവറിൻ്റെ പ്രധാന ഭാഗം. ഇതാ ഇങ്ങനെ കോട്ട ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. മുകളിലൂടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കോട്ട. നല്ല തിര വന്നാൽ ഇങ്ങോട്ട് അടിച്ചു കയറും കേട്ടോ. അത് നമുക്ക് കാണാം. ഇപ്പോൾ ശാന്തമായ കടലാണ്, അതുകൊണ്ട് വലിയ തിരയൊന്നുമില്ല. ഈ പാറയിലൊന്നും ഇറങ്ങല്ലെന്ന് അവിടെ സൈൻ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ചില ആളുകളൊക്കെ വന്ന് ഇതിൽ ഇറങ്ങാറുണ്ട്. ഇതുണ്ടോ, പാറയിലൊക്കെ കല്ലുമ്മക്കായ് പിടിച്ച് കിടക്കുന്നുണ്ടോ. അപ്പം നമ്മൾ പതിയെ മുകളിലേക്ക് പോവുകയാണ്. ഒരു കുന്നിൻ്റെ മുകൾ ഭാഗത്ത് കോട്ട, അടിവാരം വാച്ച് ടവർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മുകളിലേക്ക് പോയിട്ട് ഒരു മുനമ്പാണിത്. അതായത് 3 വശവും കടലായിട്ട് കിട്ടുന്ന ഒരു മുനമ്പിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏത് ഭാഗത്തു നിന്ന് കടലിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും മറ്റൊരു സൈനിക നീക്കമുണ്ടായാൽ അതറിയാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരുന്നത്. അത് മൈസൂർ രാജവംശത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്.
ഇവിടെ പവലീനൊക്കെ കൊടുത്തിട്ടുണ്ട്, കടലും കണ്ടിരിക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ ആ പാട്. ഇതുവഴിയൊക്കെ വഴികളുണ്ട്. ഇതൊക്കെ പുതിയ വാക്ക് വേ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കാരണം കല്ലിന് വ്യത്യാസമുണ്ട്. പഴയ കല്ലുകൾ എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ കല്ലുകളാണ്. എണ്ണം കൂടുതൽ, വീതി കുറവ്, അപ്പം ബലം കൂടും. എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. കടൽ മുഴുവൻ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. ഈ ഭാഗത്ത് എവിടെ നിന്നാലും കടൽ മൊത്തമായിട്ടും കാണാൻ പറ്റും. അങ്ങ് അകലെ കോട്ടയുടെ ഭാഗങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവയൊക്കെ നശിച്ച് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പകുതിയും ഇടിഞ്ഞ് തകർന്നൊക്കെ കിടക്കുന്നതാണ്. അതൊക്കെ വലിയ ഓഫീസേഴ്സ് താമസിച്ചിരുന്ന സ്ഥലമായിരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇതുണ്ട്, പക്ഷേ നമ്മൾ പോകുന്നില്ല. കാരണം നടക്കാനാണ്, നല്ല ദൂരം നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോട്ടയുടെ മറ്റൊരു ഭാഗം കാണാം. എനിക്ക് തോന്നുന്നു കുളമാണെന്ന് തോന്നുന്നു. അതെ, കുളമാകാനാണ് സാധ്യത. അതെ, കുളം തന്നെ. പക്ഷേ ഇത് കാണാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇറങ്ങി വരണം. ധാരാളം വെള്ളമുള്ള ഒരു കുളമാണ് കേട്ടോ. അടിയിൽ നിന്ന് വെട്ടുകല്ലൊക്കെ കെട്ടിക്കയറി വന്നിരിക്കുന്നതാണ്. വലിയൊരു കുളമാണ് കേട്ടോ. ഇവിടുത്തെ ആവശ്യത്തിനെല്ലാം വെള്ളം ഉപയോഗിച്ചിരുന്ന ഒരു കുളമായിരിക്കണം. അതിബൃഹത്തായ ഒരു കുളമാണ്. അതൊന്ന് കാണാമെന്ന് വെച്ചാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇതുണ്ട്, ഇതാണ് കുളത്തിനുള്ളിലേക്കുള്ള വഴി. ഇങ്ങനെയൊക്കെ വേണം കുളം നിർമ്മിച്ചിടാൻ. പക്ഷേ വെട്ടുകല്ലായിരിക്കണം എന്നേ ഉള്ളൂ. വെള്ളം കിട്ടും, കിട്ടാതിരിക്കില്ല. ഇതുപോലെയൊക്കെ നിർമ്മിച്ചാൽ പിന്നെ വെള്ളം കിട്ടാതിരിക്കും. ചീങ്കല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളത്തിനുള്ളിലേക്ക് ഇറങ്ങി വന്നതാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. അപ്പോഴത്തെ ഇവിടുന്ന് വലിയ മോട്ടറൊക്കെ വെച്ച് വെള്ളമൊക്കെ അടിക്കുന്നതാണ് കേട്ടോ. മുമ്പ് അടിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അടിക്കുന്നില്ല. ഉണ്ട്, ഇതാണ് വമ്പൻ കുളമാണ്. നല്ല താഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പട്ടാളക്കാർക്കൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടുന്ന് ആയിരിക്കണം കൊടുത്തിരുന്നത്. നല്ല അടിപൊളിയായിട്ട് പച്ച കളറിൽ കിടക്കുന്ന വെള്ളം. ഇതുകൊണ്ട് ഇത്രയും താഴ്ചയിലാണ് കേട്ടോ. നമ്മളൊരു സാധാരണ കിണറിൻ്റെ താഴ്ചയിൽ കുളമായിട്ട് തന്നെ കുത്തിയെടുത്തിരിക്കുകയാണ്. ചീങ്കല്ല് വെട്ടി ഇറക്കി അതിനടിയിൽ വെട്ടുകല്ലൊക്കെ കെട്ടി അത് മനോഹരമായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10-30 അടി താഴ്ചയിലോട്ട്. 30 അടി താഴ്ച ഞാനിപ്പോൾ നിൽക്കുന്നിടം തന്നെ ഒരു 30 അടി താഴ്ചയുണ്ട്. പിന്നെ ഒരു 40 അടി താഴ്ചയോളം ഉണ്ട്. അങ്ങനെ ഒരു 10-60 അടി താഴ്ചയിലോട്ടാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ കയറി പതിയെ മുകളിലോട്ടെത്തി. കെട്ടുകളാണ് മൊത്തം. അതാണ് അതിൻ്റെ മനോഹാരിത. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പത്തെ കുളത്തിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എത്തി. കുളത്തിൻ്റെ ഒരു രീതി നിങ്ങൾ കണ്ടോളൂ. ബൃഹത്തായ ഒരു കുളം. ഇവിടെ ഗാർഡനിൽ പണിയുന്ന തൊഴിലാളികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ കോട്ടയുടെ ഒരു വാച്ച് ടവറിലേക്കുള്ള നടന്ന് കയറാൻ, അതായത് പണ്ട് കാലത്ത് കുതിരേനെയൊക്കെ ഓടിച്ചു കയറ്റിയിരുന്ന ഭാഗമായിരിക്കണം. നടന്ന് കയറാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് കിണറുകളും കുളങ്ങളും ഒക്കെ. അത് ഇവിടെ ഒരു കിണറാണോ അകത്തോട്ടുള്ള വഴിയാണോ എന്നറിയില്ല. അകത്തോട്ട് എൻട്രൻസ് ഇല്ല. അപ്പോൾ ഇത് കോട്ടയുടെ അടിയിലൂടെ കടലിലേക്ക് പോകാനുള്ള മാർഗമായിരിക്കണം എന്നാണ് കരുതുന്നത്. കോട്ടയുടെ അടിയിൽ കൂടെ കടലിലോട്ട് പോകാൻ വേണ്ടി നിർമ്മിച്ചതായിരിക്കണം. ഇതൊരു വല്ലാത്ത കയറ്റമാണ് കേട്ടോ. ഇത് കണ്ടോ,
നമ്മളിങ്ങനെ കയറി പോകണം മുകളിലോട്ട്. ഇവിടെയൊക്കെ ധാരാളം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് മുഴുവൻ ധാരാളം ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് കണ്ടോ, കടലിലേക്കുള്ള ഭാഗങ്ങളൊക്കെ തുറക്കുന്നത്. കോട്ടയ്ക്ക് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ആ സൈഡ് ഈ സൈഡ് ഇതാണ് ഏറ്റവും ടോപ്പ് വ്യൂ. ഇതൊക്കെ പണ്ട് നശിപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. അങ്ങകലെയാണ് നമ്മൾ കാണുന്ന പഴയ ബിൽഡിങ്ങുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ടണലാണെന്നാണ് തോന്നുന്നത്. കടലിലോട്ടോ മറ്റോ തുറക്കുന്ന ഒരു ടണൽ, ഉള്ളിൽ നിന്നും വെളിയിലേക്ക് പോകാൻ എളുപ്പത്തിലുള്ളൊരു ടണലാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ ടവറിൽ നിന്നാൽ നമുക്ക് കടലിൻ്റെ ഭൂരിഭാഗം പ്രദേശവും നമുക്ക് കാണാൻ പറ്റും. കാരണം കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്നൊരു ഭാഗത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്.